കൃഷ്ണകുട്ടിയേട്ടൻ അടക്കമുള്ള ആളുകൾ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്നാണ് മുൻപ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ധരിച്ചത് എന്താ വെച്ചാൽ ഇവിടുത്തെ വികസന പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടുന്നു. ഇലക്ഷൻ വന്നാൽ വികസന പ്രവർത്തനം ചർച്ച ചെയ്യാൻ വികസന പ്രവർത്തനം നടത്താൻ വോട്ടിന് എല്ലാവരും നിൽക്കുന്നു. അതിവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. വിവാദങ്ങൾ മാത്രമേ ചർച്ച ചെയ്യൂ. ഇതുവരെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ട്? ഇത്രയും കാലത്ത് ചിറ്റൂരിൽ തന്നെ എടുത്താൽ 3035 കോടി രൂപ വികസനം നടത്തുന്നു. വികസനത്തിന് വോട്ട് ചെയ്തില്ല എന്നാണോ പറയുന്നത്? വികസനം ചർച്ച ചെയ്യപ്പെട്ടില്ല ഇലക്ഷൻ. ഈ വലിയ മാധ്യമങ്ങൾക്കപ്പുറം ഈ വലിയ തോതിൽ ഈ പരസ്യം ചെയ്തിരുന്നു. സർക്കാർ തന്നെ വലിയ ഹോർഡിങ്ങുകൾ ചെയ്തിരുന്നു, ബസ്സിൽ ചെയ്തിരുന്നു. അതെല്ലാം ഇവിടെ സാധാരണക്കാരന്റെ ഇടയിൽ നമുക്ക് വികസന പ്രവർത്തനം ചർച്ച ചെയ്ത് വിവാഹത്തിന് മറുപടി മണിക്കൂർ അതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. ഭരണം എന്നുള്ളത് ഈ വികസനം നടത്തുന്നതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ഈ ഓരോ പാർട്ടികൾക്ക് ഉള്ളിൽ അവരുടെ ഒരു നിലപാടുകൾ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ CPM-ന്റെ കോട്ടകളൊക്കെ CPM-ന്റെ ആളുകൾ തന്നെ വോട്ട് മറിച്ചതുകൊണ്ടായിരിക്കും അവര് വിജയിച്ചത്. മീഡിയയുടെ ഒരു വലിയ ഇടപെടൽ ഇതിൽ നടന്നു. മീഡിയയിൽ ഒരു വലിയ ഇടപെടൽ എന്താ സംബന്ധിച്ച് വിഷയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. LDF അടുത്ത് വന്ന് കൂടിയ ശേഷം എന്താ തോൽവിക്കുന്ന കാരണം പരിശോധിച്ചു. തോൽവി അംഗീകരിക്കും. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ വികസന പ്രവർത്തനം ചർച്ച ചെയ്തേയില്ല. അതോടൊപ്പം ഈ വിവാദങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചു പറ്റും. കാരണം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വലിയ വിവാദമായ വിഷയമാണ്. അതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കില്ല, സ്വാഭാവികമല്ലേ. വികസന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും ജനങ്ങൾ വിലയിരുത്തുന്നതാണല്ലോ. എല്ലാ കാര്യവും വിലയിരുത്തും. 10 കൊല്ലം ഇരുന്നു എന്നുള്ളതൊരു കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഇരിക്കുന്നത്. അതിലൊരു എതിര് വിചാരം വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇതിനേക്കാളും നല്ലതാണെന്ന് തോന്നിയാലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ അതല്ല പ്രശ്നം. ഇവിടെ ഓരോ ഇഷ്യൂവിന്റെ പേരിൽ കാർഷിക മേഖലയിലെ പ്രശ്നം. ഇപ്പൊ രാസവളം 400 രൂപ ഉള്ളത് 1900 രൂപയിലേക്ക് ഒരാളും ചർച്ച ചെയ്യുന്നു. കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട്, ആരും ചർച്ച ചെയ്യുന്നില്ല. ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൃഷിക്കാരുടെ പോക്ക്. ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും ചില ധാർഷ്ട്യമൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളായി ഉണ്ടായിരുന്നു. ഈ അവസാന നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വീട്ടിലിരിക്കാൻ പറഞ്ഞത് അടക്കം ഈ വിവാദങ്ങളൊക്കെ തിരിച്ചടിയായിട്ടുണ്ടോ? ഇതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ സ്നേഹിതത്തിൽ അതിനുള്ള അംഗീകാരം കിട്ടി. രണ്ടാമത്തതിന് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഒന്നും ഒരു പ്രശ്നമല്ല. അത് ആരെങ്കിലും 2-3 ആളെല്ലാം അറിയുള്ളൂ. സാധാരണ ജനങ്ങളുടെ ഇടയിൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം വല്ലാതെ വന്നു. വികസനങ്ങൾ ചർച്ചയാക്കാതെ മറ്റ് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളും വിവാദങ്ങളും ചർച്ച ചെയ്തത് തിരിച്ചടിയായെന്നാണ്. തിരിച്ചടിയായി. അതോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുകയും അദ്ദേഹത്തിന്റെ പല വർഗീയ പ്രസ്താവനകളെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തത് ആളുകളിൽ വലിയൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരിച്ചടിയായി കരുതുന്നത്. എന്തായാലും ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് വലിയ രീതിയിൽ ഒരു വോട്ടായി UDF-ന് അനുകൂലമായിട്ടില്ല. കാരണം മലബാറിലൊക്കെ ഈ തൂത്തുവാരിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ വെള്ളാപ്പള്ളിയുടെ വിഷയമൊക്കെ അവിടെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ദ്രോഹിക്കുമ്പോൾ ഇവരെന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ട്. കോൺഗ്രസും അവിടെ എല്ലാം എതിർത്തില്ലേ. ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ എതിർത്തില്ലേ. SRലെ എല്ലാ വോട്ടും മുസ്ലിങ്ങളുടെ വോട്ടിനെക്കാളില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും കോൺഗ്രസ് മിണ്ടുന്നില്ലല്ലോ. കർണാടകത്തിലും മിണ്ടുന്നില്ല. അപ്പൊ ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾ സത്യത്തിൽ ഇവിടെ മീഡിയയുടെ വലിയ പ്രചരണം വന്നതിനാണ് നമുക്ക് വലിയ ദോഷമുണ്ട്. ഈ പരാജയത്തെ കുറിച്ച് LDF പരിശോധിക്കില്ലേ? തീർച്ചയായിട്ടും പരിശോധിക്കും. LDF യോഗത്തിന്റെ തീരുമാനങ്ങളായോ? ഇല്ല, നാളെ പറ്റി തീരുമാനം. ഇപ്പൊ ചിറ്റൂർ മണ്ഡലത്തിൽ എടുക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ അപരന് നേടാൻ ആയിട്ടുണ്ട്. ഈ അപരന്റെ ചിഹ്നവും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും ഏതാണ്ട് സമാനമായിരുന്നു, പേരും. അത് വലിയൊരു തിരിച്ചടിയായി വിശ്വാസം. പിന്നെ അത് മാത്രം പോരാ എന്നുള്ളതാണ് എന്റെ ഇത്രയും വികസന പ്രവർത്തനത്തിൽ ഉദ്ദേശിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിലെ വികസന പ്രവർത്തനം ചർച്ചയായിരുന്നു. 6000 വോട്ട് ലീഡുണ്ടായിരുന്നു. 33,000 വോട്ടായി മാറാൻ കാരണം വികസന പ്രവർത്തനം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ
പറമ്പിക്കുളത്തിന്റെ വെള്ളത്തിന്റെ പ്രശ്നം തീർത്തു, ആശുപത്രി തീർത്തു, സ്കൂളുകൾ തീർത്തു, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുഴുവൻ കൊണ്ടുവന്നു. ഇതൊന്നും ഒരു ചർച്ചയായില്ല, സാധാരണ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായില്ല. ഇതൊക്കെയാണ് എനിക്ക്